അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ ലൈത ലനാ മിത്ല മാ ഊതിയ ഖാറൂനു എന്നതിൻ്റെ ചെറിയൊരു തർക്കീബും ഇറാബൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് വിശദമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയറാണ്. അതൊരു ആയത്താണല്ലേ. യാ ലൈത ലന മിസ്ല മാ ഊതിയ ഖാറൂനു. ലൈത ലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ദുനിയാവ് മോഹിക്കുന്ന ആളുകൾ ഖാറൂൻ രാജാവിൻ്റെ മുതലുകളും മറ്റൊക്കെ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കാണ് യാ ലൈത ലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മിസ്ല മാ ഊതിയ ഖാറൂനു, ഖാറൂന് നൽകപ്പെട്ടതുപോലെയുള്ള മുതൽ ഞങ്ങൾക്കും നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരാഗ്രഹിക്കാണ്. ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് ലൈത്ത ഉപയോഗിക്കുക അല്ലേ. ഇവിടെ യാ എന്നുള്ളത് ഹർഫു തംബീഹിൻ മബ്നിയുൻ അല സുക്കൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. തംബീഹിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് യാ എന്നുള്ളത്. പറയാൻ പോകുന്ന വിഷയം അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രം യാ എന്ന് പറയും. അല്ലെങ്കിൽ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. അവിടെ അലാ എന്നുള്ളത് തംബീഹിന് വേണ്ടിയിട്ടാണ്. പറയാൻ പോകുന്ന വിഷയം സെൻറ്റൻസ് തുടങ്ങുന്നത് ഇന്ന ഔലിയ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു തംബീഹിന് വേണ്ടി, ആളുകൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് അലാ എന്നുള്ളത്. ഇങ്ങനെ തംബീഹിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫാണ് ഇവിടെ യാ എന്നുള്ളത്. അപ്പോൾ അത് ഹർഫു തംബീഹിൻ മബ്നിയുൻ അല സുക്കൂൻ, സുക്കൂൻ്റെ മേൽ മബ്നിയാണ് അല്ലേ. യാ എന്ന് പറയുമ്പോൾ അവസാനത്തെ അലിഫാണ്, അതിന് സുക്കൂനാണുള്ളത്. പ്രത്യേകിച്ച് ഇറാബിനാൽ മഹല്ലുകളൊന്നും അതിനുണ്ടാവില്ല. പിന്നെ ലൈത്ത എന്നുള്ളത്, ലൈത്ത എന്നുള്ളത് തമന്നിക്ക് വേണ്ടിയുള്ള ഹർഫാണ് ലൈത്ത എന്നുള്ളത്. അത് മബ്നിയൻ അലൽ ഫതഹി, ഫതഹിൻ്റെ മേൽ മബ്നിയാണ്. പിന്നെ ലന എന്നുള്ളത്, ലന ജാർ മജറൂറാണ്, ലാമ് ജാറത്താണ്, ആ ലാമ് ഫതഹിൻ്റെ മേൽ മബ്നിയാണ്. പിന്നെ ന എന്നുള്ളത് മജ്റൂറാണ്, ദമീർ ആയതുകൊണ്ട് തന്നെ അത് സുക്കൂൻ്റെ മേൽ മബ്നിയാണ്. പിന്നെ മഹല്ല് ജറാണ് അല്ലേ, ലാമുള്ളത് കൊണ്ട് ലാമാർക്ക് ജറ് ചെയ്യും. ന എന്ന ദമീറിന് ജറ് ചെയ്തു. മബ്നിയായ പദങ്ങൾക്ക് മഹല്ലിലാണ് ഇറാബ് ഉണ്ടാവുക, അങ്ങനെ മഹല്ലിലാണ് ജറ്. ഊത്തിയ മിസ്ല മാ ഊത്തിയ ഖാറൂനു. മിസ്ല, ഈ മിസ്ല എന്നുള്ളതാണ് ലൈത്തയുടെ ഇസ്മു ലൈത്ത അൽ മുഅഖർ. ലൈത്തയുടെ ഇസ്മാണ്, മുഅഖറാണ്. ശരിക്കും ലൈത്തയുടെ ഇസ്മ ആദ്യം വരണം, പിന്നെയാണ് ഖബർ വരേണ്ടത്. ഇവിടെ തഖ്ദീമു തഅഖീറായിട്ട് വന്നിട്ടുണ്ട്. ലന എന്നുള്ള ഖബർ മുന്തി വന്നു, മിസ്ല എന്നുള്ള ഇസ്മ പിന്തി വന്നു. ഏതായാലും ലൈത്തയുടെ ഇസ്മിന് നസ്ബാൻ ഉണ്ടാവുക, അതുകൊണ്ട് മൻസൂബും ബിൽ ഫതഹത്തി ളാഹിറ. അതിന് ആമിൽ ആരാണ്? ലൈത്തയാണ് ആമിൽ ചെയ്തത്. മിസ്ല മാ, മിസ്ല മാ ഒരു മുതലിൻ്റെ മിസ്ല്, മിസ്ല മാ ഒരു മുതലിൻ്റെ മിസ്ല്, അതിന് തുല്യമായത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ മാ എന്നുള്ള മുലാഫിലേയാണ്. മിസ്ല മാ ഒന്നിൻ്റെ മിസ്ലിനാണല്ലോ, ഒരു മുതലിൻ്റെ തുല്യമായത്, അതിനോട് തുല്യമായത്. അപ്പോൾ മുലാഫിലേഹിയാണ് മാ എന്നുള്ളത്. മൗസൂലയാണ്, മുലാഫിലേഹിയാണ്, പിന്നെ മബ്നിയാണ്, ഫതഹി സുക്കൂന മബ്നിയാണ് മാ എന്നുള്ളത്. എല്ലാ മൗസൂലകളും ഇസ്മുൽ ഇശാറകളും ദമീറുകളും ഒക്കെ മബ്നിയാണല്ലോ. ഇവിടെ മാ എന്നുള്ളത് സുക്കൂൻ്റെ മേൽ മബ്നിയാണ്. പിന്നെ മഹല്ല് ജറായിരിക്കും, കാരണം മിസ്ല എന്നതിനെ മാലേക്ക് ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാ മുലാഫിലേഹിയാണ്, അതുകൊണ്ട് അതിൻ്റെ മഹല്ല് ജറ് ആയിരിക്കും. ഊത്തിയ ഖാറൂനു. ഊത്തിയ എന്നുള്ളത് മുസ്തഖ്ബിലായ ഫീലാണ്, മാലിയായ ഫീൽ കേട്ടോ, മാലിയായ ഫീലാണ്, മാലി മജ്ഹൂലായ ഫീലാണ് ഊത്തിയ എന്നുള്ളത്. ആത്ത അതിൻ്റെ മജ്ഹൂലാണ് ഊത്തിയ. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി, ഊത്തിയ നൽകപ്പെട്ടു.
മാദിയായ ഫീലിന് ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ഊത്തിയ എന്നുള്ള മാദി മജ്ഹൂൽ അത് ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ഖാറൂനു എന്നുള്ളത് ഈ മജ്ഹൂലായ ഫീലിൻ്റെ നായിബ് ഫായിലാണ്. ലായറത്തായ ലംബത്തുകൊണ്ട് റഫ് ചെയ്ത ആമിൽ ഊത്തിയ എന്നുള്ള ഫീലിലാണ് റഫ് ചെയ്ത ആമിൽ. പിന്നെ മാ എന്ന മൗസൂല വന്നാൽ അതിൻ്റെ സിലയായ സില ഒരു ജുംല ആയിരിക്കുമല്ലോ. ഊത്തിയ ഖാറൂൻ എന്നുള്ള ജുംലയാണ് സില. മൗസൂലയിൽ നിന്ന് സിലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ അനിവാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ ആ ലമീർ കളയുകയും ഒക്കെ ചെയ്യാം. എന്നാലും അവിടെ സങ്കല്പിക്കണം. ഇവിടെ നമുക്ക് മായിലേക്ക് മടങ്ങുന്ന ലമീർ ഏതാണ്? ഊത്തിയഹു ഖാറൂൻ എന്നുണ്ടായിരുന്നു ശരിക്ക്. ആ മൻസൂബായ ലമീറാണ് മൗസൂലയിലേക്ക് മടങ്ങുന്ന ലമീർ. ഊത്തിയഹു ആ മുതലിനെ നൽകപ്പെട്ടിരിക്കുന്നു. ആർക്ക്? ഖാറൂന് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഊത്തിയഹു എന്ന ലമീർ ഉണ്ടായിരുന്നു. ആ കളയപ്പെട്ട ലമീറാണ് മൗസൂലയിൽ നിന്ന് സിലയിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന ലമീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ജുംലയുടെ അതിൻ്റെ ഒരു തർക്കീബ് അല്ലെങ്കിൽ അതിൻ്റെ ഇറാബ് പറയുന്ന രൂപങ്ങൾ. ഇത് ഈ പറഞ്ഞൊരു ഊത്തിയ എന്നുള്ളത് മാലി മജ്ഹൂലായ ഫീലാണ് ഊത്തിയ. ഉഫ്ഇല വസ്ന അഫ്അല യുഫ്ഇലു. അഫ്അല എന്നതിന്റെ മജ്ഹൂൽ ഉഫ്ഇല. ആത്ത അതിന്റെ മജ്ഹൂൽ ഊത്തിയ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്നലെ നമ്മൾ വിഷയം എന്തായിരുന്നു? ഇന്ന അന്ന. എപ്പോഴാണ് ഇന്ന വായിക്കേണ്ടത്, എപ്പോഴാണ് അന്ന വായിക്കേണ്ടത്, ഈ രണ്ടും വായിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ, ഇതൊക്കെയായിരുന്നു നമ്മളെ ചർച്ച. ആ ചർച്ചയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോവാണ്. അതിനു മുമ്പ് ചെറിയൊരു വിശദീകരണം. ഹുറൂഫ് തംബീഹിന് വേണ്ടിയാണ് യാ എന്ന് പറഞ്ഞു അല്ലേ? യാ ലൈത്തനി അല്ലെങ്കിൽ യാ ലൈത്തലന എന്നൊക്കെ പറഞ്ഞിട്ട് യാ എന്നുള്ളത് തംബീഹിന് വേണ്ടിയാണ്. തംബീഹിന് വേണ്ടി അയക്കുന്ന കുറച്ച് ഹർഫുകളാണ് അല, അമ, ഹ, യാ എന്നുള്ളത് കേട്ടോ. തംബീഹിൻ്റെ ഹർഫുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ ഇന്നലെ പറഞ്ഞ വിഷയമാണ് ഫത്ത്ഹ് എപ്പോഴാണ് ചെയ്യുക, അന്ന എന്നെപ്പോഴാണ് വായിക്കുക, അതുപോലെ തന്നെ ഇന്ന എപ്പോഴാണ് വായിക്കുക. ഇതിന് വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ രണ്ടും വായിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങൾ. ഇഖ്തരി സ്വഹീഹ മിനൽ ഇബാറാത്തിൽ ആത്തിയ. താഴെ തന്നിരിക്കുന്ന ഇബാറത്തുകളിൽ നിന്ന് സ്വഹീഹ് തിരഞ്ഞെടുക്കുക. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്തു കേട്ടോ. അക്രംതുക ഹൈതു. എങ്ങനെ? അതെ അതെ. അക്രംതുക ഹൈതു അന്നക ഫഖീഹുൻ, ഹൈതു ഇന്നക ഫഖീഹൻ, ഹൈതു ഇന്നക ഫഖീഹുൻ, ഹൈതു അന്നക ഫഖീഹൻ. ഇതിൽ ശരിയായ ഉത്തരം ഏതായിരിക്കും? ഹൈതു ഇന്നക ഫഖീഹുൻ എന്ന സി എന്ന ഓപ്ഷനാണ് ശരി. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഹൈതു എന്നതിന് ശേഷം ഇന്നയാണ് വായിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ഉത്തരമായിട്ട് വരില്ല. കാരണം ഹൈസുവിൻ്റെ ശേഷം അന്ന എന്നാണ് ഒന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും ആൻസറായിട്ട് വരില്ല. പിന്നെയുള്ള സാധ്യതകൾ ഏതാണ്? 2ഉം 3ഉം സാധ്യതകളുള്ളത്. അവിടെ രണ്ടാമത്തെ ഓപ്ഷൻസിൽ ഇന്നക ഫഖീഹൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് ഈ ഫഖീഹ് എന്നുള്ളത് ഇന്നയുടെ ഖബറാണല്ലോ. ഖബറിന് റഫ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇന്നക ഫഖീഹുൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് അവിടെ ശരിയായ ഓപ്ഷനായിട്ട് വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം. ഇഖ്തരിൽ ഖതഅ
മിനൽ ജുമലിൽ ആത്തിയ താഴെ തന്നിരിക്കുന്ന ജുംലകളിൽ നിന്ന് ഖത്ത് തിരഞ്ഞെടുക്കാൻ. സ്വഹീഹല്ല, ഖത്ത് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 3 ജുംലകൾ ഇതിൽ സ്വഹീഹാണ്. ഒരു ജുംലയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആ ജുംല നമുക്ക് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ ജുംല നോക്കൂ. വല്ലാഹി ഇന്ന അലിയൻ ല ആലിമുൻ. അള്ളാഹിനെ തന്നെയാണ് സത്യം. ഇന്ന അലിയൻ ല ആലിമുൻ, തീർച്ചയായും അലി ആലിമാകുന്നു, പണ്ഡിതനാകുന്നു. വല്ലാഹു യഅലമു അന്നക ല റസൂലുഹു, അള്ളാഹുവിന് അറിയാം, തീർച്ചയായും തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അള്ളാഹുവിന് അറിയാം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എല്ലാവരും ബി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. കാരണം ഒന്നാമത്തെ ഓപ്ഷനിൽ വല്ലാഹി ഇന്ന അലിയൻ ല ആലിമുൻ, വല്ലാഹി എന്നത് ഒരു ഖസമാണ്, സത്യം ചെയ്ത് പറയുന്ന വിഷയമാണ് അല്ലേ? ഇങ്ങനെ സത്യം ചെയ്തൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ജവാബിൽ ഇന്നയാണ് വായിക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. പ്രത്യേകിച്ചും അതിൻ്റെ ഖബറിൽ ലാമുണ്ടെങ്കിൽ, ഇവിടെ ഇന്ന അലിയൻ, ഇന്നയുടെ ഇസ്മ അലിയാണ്, ഖബർ ആലിമാണ്, അവിടെ ലാമുണ്ട്, ഇന്ന അലിയൻ ല ആലിമുൻ. ഇങ്ങനെ ഖബറിൽ ലാമ് ഉണ്ടെങ്കിൽ അവിടെ ഇന്ന എന്നാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി ഖബറിൽ ലാമ് ഇല്ല എങ്കിൽ രണ്ടും പറ്റുന്നൊരു സന്ദർഭമാണത്, ഇന്ന എന്നും അന്ന എന്നും വായിക്കാം. ഈ രണ്ടാമത്തെ സന്ദർഭം വല്ലാഹു യഅലമു അന്നക ല റസൂലുഹു അല്ലേ? അവിടെ എന്തുണ്ട്? കൽബിയായ ഫീലാണ് യഅലമു. ആ കൽബിയായ ഫീലിൻ്റെ ശേഷം ഇന്ന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഖബറിൽ ലാമ് ഉണ്ടെങ്കിൽ ഇന്നയാണ് വായിക്കേണ്ടത് എന്ന്, ഇന്ന വായിക്കേണ്ട സന്ദർഭങ്ങൾ 10ാമത്തെ സന്ദർഭമായിട്ട് നമ്മൾ പറഞ്ഞതാണ് വിഷയം. അവിടെ ഇന്നയാണ് വായിക്കേണ്ടത്. വല്ലാഹു യഅലമു ഇന്നക ല റസൂലുഹു, ഇവിടെ അന്ന എന്നാണുള്ളത്, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഖാല ഇന്നി അബ്ദുല്ലാ, ഖാല ഈ ഖൗലിൻ്റെ ശേഷം ഇന്നയാണ് വായിക്കേണ്ടത്. അതുപോലെ തന്നെ കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ, കല്ല എന്നതിൻ്റെ ശേഷവും ഇന്നയാണ് വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇതിലെ തെറ്റായ ഓപ്ഷനായിട്ടുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ ഇഖ്തരി സ്വഹീഹ മിനൽ ഇബാറാത്തിൽ ആത്തിയ, താഴെ തന്നിരിക്കുന്ന ഇബാറത്തുകളിൽ നിന്ന് സ്വഹീഹ് തിരഞ്ഞെടുക്കണം. ഖത്ത അല്ല വേണ്ടത്, സ്വഹീഹാണ് വേണ്ടത്. ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കൂ. ഹളറല്ലദീന അന്ന ഹുളൂറഹും യസുറുനി, ഹളറ ഹാജറായി, അല്ലദീന ഒരു കൂട്ടർ ഹാജറായി. എങ്ങനെയുള്ള കൂട്ടരാണ്? അന്ന ഹുളൂറഹും യസുറുനി, അവരുടെ സാന്നിധ്യം എന്നെ സന്തോഷിപ്പിക്കുന്നു. സുർത്തു ഞാൻ സന്ദർശിച്ചു, അല്ലദീ ഒരുത്തനെ സന്ദർശിച്ചു. എങ്ങനെയുള്ള ഒരുത്തനാണ്? അന്നീ ഉമജ്ജിദുഹു, ഞാൻ അവനെ ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ സന്ദർശിച്ചു. യഖൂലുൽ മുത്തഹിമു, തെറ്റിദ്ധരിക്കപ്പെടുന്നവൻ, മുത്തഹമായ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾ പറഞ്ഞു, പറഞ്ഞു ഇന്നി ബരീ ഉൻ, ഞാൻ ബരീ ആണ്, നിരപരാധിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നൽ അദ്ല അസാസുൽ മുൽക്ക്, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സി എന്ന ഓപ്ഷനാണ് ഇതിൽ ശരിയായ ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷനിൽ ഹളറല്ലദീന അന്ന ഹുളൂറുഹും യസുറുനി എന്നിടത്ത് അല്ലദീന എന്ന മൗസൂലയുടെ സ്വിലയാണ് ഈ അന്ന ഹുളൂറുഹും യസുറുനി എന്നുള്ള ജുംല. ഇങ്ങനെ മൗസൂലയുടെ സ്വിലയായിട്ട് വരുമ്പോൾ അവിടെ ഇന്നയാണ് വായിക്കേണ്ടത് എന്ന്, ഇന്ന വായിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണത്തിലും സുർത്തു ഞാൻ സന്ദർശിച്ചു, അല്ലദി ഒരുത്തനെ സന്ദർശിച്ചു. ആ അല്ലദി മൗസൂലാണ്. എങ്ങനെയുള്ള ഒരുത്തനാണ്? ആ മൗസൂലെ വിശദീകരിക്കുന്ന സിലയാണ് ഇനി അന്നി ഉമജ്ജിദുഹു എന്നുള്ളത്. അവിടെ മൗസൂലയുടെ സില ആയതുകൊണ്ട് തന്നെ ഇന്നയാണ് വായിക്കേണ്ടത്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ യഖൂലുൽ മുത്തഹിമു ഇന്നി ബരീ ഉൻ, മുത്തഹിമു പറഞ്ഞു ഖാല, പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഖൂലു ഖൗലിൻ്റെ ശേഷം പിന്നെ ഇന്നയാണ് വായിക്കേണ്ടത്. അതങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ യഖൂലുൽ മുത്തഹിമു ഇന്നി ബരീ ഉൻ എന്ന ഓപ്ഷന് ശരിയായ ഉത്തരമാണ്. പിന്നുള്ളത് അന്നൽ അദ്ല അസാസുൽ മുൽക്ക്, അവിടെ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ്. സെൻറ്റൻസിൻ്റെ തുടക്കത്തിലൊക്കെ വരുമ്പോൾ അവിടെ ഇന്നയാണ് വായിക്കേണ്ടത്, അന്നയല്ല. അപ്പോൾ 1, 2, 4 ഓപ്ഷൻസിൽ ഈ പറയപ്പെട്ട പിഴവുകൾ ഉണ്ട്. പിഴവില്ലാത്തത് മൂന്നാമത്തേതാണ്, അതാണ് സഹീഹ്. ഇനി അടുത്ത ചോദ്യം. ഇഖ്തരി സ്വഹീഹ
മിനൽ ഇബാറാത്തിലാത്തിയ താഴെ തന്നിരിക്കുന്ന ഇബാറത്തുകളിൽ നിന്ന് സ്വഹീഹ് തിരഞ്ഞെടുക്കുക. ഫഅലം ഇന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു ഖുൽ ഊഹിയ ഇലയ്യ ഇന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ബലഗനി ഇന്നക മുജ്തഹിദുൻ. ഇതിൽ സ്വഹീഹാണ് തിരഞ്ഞെടുക്കേണ്ടത്. അർത്ഥം അറിയാലോ. ഫഅലം നീ അറിഞ്ഞോ, നീ മനസ്സിലാക്കിക്കോ. എന്ത് മനസ്സിലാക്കിക്കോ? ഇന്നഹു തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ. നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. വല്ലാഹു യഅലമു തീർച്ചയായിട്ടും അള്ളാഹുവിനെ അറിയാം. ഇന്നക ലറസൂലുഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അള്ളാഹുവിനറിയാം. കുൽ നബിയെ തങ്ങൾ പറയുക, ഊഹിയ ഇലയ്യ എനിക്ക് വഹി നൽകപ്പെട്ടു. എന്താണ് വഹി? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ ഓത്ത് കേൾക്കുന്നുണ്ട് എന്ന വഹി എനിക്ക് നൽകപ്പെട്ടു. ബലഗനി എനിക്ക് വാർത്ത എത്തി. എന്താ വാർത്ത? ഇന്നക മുജ്തഹിദുൻ നിങ്ങൾ അധ്വാനിക്കുന്നവനാണ് എന്ന വാർത്ത എനിക്കെത്തി. ആരും ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. സ്വഹീഹായ ഇബാറത്താണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ബി എന്ന ഓപ്ഷനാണ് ശരി അല്ലേ? കാരണം ബി എന്ന ഓപ്ഷനിൽ യഅലമു ഖൽബിയായ ഫീലിൻ്റെ ശേഷമാണ് ഇവിടെ ഖൽബിയായ ഫീലിന് ശേഷം ഇന്ന വരുമ്പോൾ ആ ഇന്നയുടെ ഖബറിൽ ലാമ് ഉണ്ടെങ്കിൽ, ഇവിടെ ല റസൂലു ലാമുണ്ടല്ലോ, ലാമുണ്ടെങ്കിൽ അവിടെ ഇന്നയാണ് വായിക്കേണ്ടത് എന്ന് തൊട്ട് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഇതിൽ ശരിയായ ആൻസർ. മറ്റുള്ള ഓപ്ഷൻസിലൊക്കെ പിഴവുണ്ട്. കാരണം അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ഫഅലം ഈ ഖൽബിയായ ഫീലാണ് വന്നിട്ടുള്ളത്. ഖൽബിയായ ഫീലിന് ശേഷം ഇന്ന വന്നു. ഈ ഇന്നയുടെ ഖബറിൽ തഅക്കീദിൻ്റെ ലാമ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അന്നയാണ് വായിക്കേണ്ടത്. ഫഅലം അന്നഹു എന്നാണ് പറയേണ്ടത്. പിന്നെ കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് അവിടെ എനിക്ക് വഹി നൽകപ്പെട്ടു. എന്താണ് വഹി നൽകപ്പെട്ടത്? ആ ഊഹിയ എന്ന ഈ മജ്ഹൂലായ ഫീലിൻ്റെ നായിബ് ഫായിലാണ് അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് എന്നുള്ളത്. അപ്പോൾ ആ അന്നയും ഇസ്മും ഖബറൊക്കെ കൂടിയ ആ മുഅവ്വലായ മസ്തറാണ് ഊഹിയ എന്നതിൻ്റെ നായിബ് ഫായിൽ നടത്തും. ഇങ്ങനെയൊക്കെ നായിബ് ഫായിലായിട്ട് വരുമ്പോൾ, മഫ്ഊലായിട്ട് വരുമ്പോൾ, മുബത്തായിട്ട് ഖബറായിട്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലൊക്കെ വരുമ്പോൾ അന്നയാണ് വായിക്കേണ്ടത്. ഒരു മുഫ്രദിൻ്റെ സ്ഥാനത്താണ് അന്നയാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ ബലഗനി എനിക്ക് വാർത്ത എത്തി. എന്താണ് വാർത്ത എത്തിയത്? അന്നക മുജ്തഹിദുൻ നിങ്ങൾ അധ്വാനിക്കുന്നവനാണ് എന്ന വാർത്ത എത്തി. അപ്പോൾ ബലഗ എന്നതിൻ്റെ ഫായിലാണ് അന്നക മുജ്തഹിദുൻ എന്ന അന്നയും അതിൻ്റെ ഇസ്മും ഖബറൊക്കെ കൂടെ ജുംല. അപ്പോൾ നിങ്ങൾ മുജ്തഹിദാണെന്ന കാര്യം എനിക്കെത്തി, എനിക്ക് വാർത്തയെത്തി. ബലഗനി കൗനുക മുജ്തഹിദൻ നിങ്ങൾ മുജ്തഹിദാണ് എന്ന വാർത്ത എനിക്കെത്തി. ഇങ്ങനെ ഒരു മസ്തറായിട്ട് തെവീൽ ചെയ്യേണ്ട സംഭവമാണ്. ഏതാവട്ടെ അവിടെ അപ്പോൾ അന്നാണ് വായിക്കേണ്ടത്, ഇന്ന അല്ല. അത് തെറ്റില്ലാത്ത ഓപ്ഷൻ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു സെഷൻ ലൻ നാഫിയത്തു ലിൽ ജിൻസ് ജിൻസിനെ നഫി ചെയ്യുന്ന ല. നമ്മൾ നവാസിഖുകളാണ് പറഞ്ഞു വരുന്നത്. നവാസിഖുകളിലെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കാന അഖവാത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഇന്ന അഖവാത്തിനെ കുറിച്ചും ചർച്ച ചെയ്തു. ഇനി അടുത്തതാണ് ലൻ നാഫിയത്തു ലിൽ ജിൻസ് ജിൻസിനെ നഫി ചെയ്യുന്ന ലാ. ലാ എന്നുള്ളത് മുഫ്രദിനെ നഫി ചെയ്യാനും ജിൻസിനെ നഫി ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ജിൻസിനെ നഫി ചെയ്യുന്ന ലാ എന്ന് പറയുമ്പോൾ അതിലാണ് തബ്രീഅത്തിൻ്റെ ലാ എന്നൊക്കെ പേരുണ്ട്. ആ ജിൻസിനെ തന്നെ നിഷേധിക്കലാണ് ജിൻസിനെ നഫി ചെയ്യുന്ന ലാ ചെയ്യുന്നത്. ലാ റജുല ഫിദ്ദാരി വീട്ടിൽ ഒരു റജുലുമില്ല, ഒരു റജുലും ഇല്ല, റജുലിൻ്റെ ജിൻസേ ഇല്ല. ഇങ്ങനെ ജിൻസിനെ നഫി ചെയ്യാം. ആദ്യം നമുക്ക് പറയാം തഅതി ലാ അലാ സലാസതി വുജൂഹിൻ 3 രൂപത്തിൽ ലാ വരാറുണ്ട്. ഏതാണ് ലാ? ഒന്ന് നെഹി ചെയ്യുന്ന ലാ ഉണ്ട്, ലൻ നാഹിയ എന്ന് പറയും. ഈ നെഹി ചെയ്യുന്ന ലാ എന്നുള്ളത് മുലാരിയായ ഫീലിൽ മാത്രം വരുന്ന ലായാണ്. ഉദാഹരണത്തിന് ലാ തഫ്അൽ
നീ പ്രവർത്തിക്കരുത്, ചെയ്യരുത്. ലാ തദ്രിബ് നീ അടിക്കരുത്. ലാ തഖുദ് നീ പിടിക്കരുത്. ഇങ്ങനെ നെഹീന് വേണ്ടി വരുന്ന ലാ. മറ്റൊരു ലായാണ് സായിദയായ ലാ. ഈ സായിദയായ ലാനെ പറ്റി പറയുമ്പോൾ ലാ തഅമലു ഷൈഅൻ, അത് ഒരു അമലും ചെയ്യൂല, അമലൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് മാ മനഅക അല്ലാ തസ്ജുദ, ഇബ്ലീസിനോട് അള്ളാഹു ചോദിക്കുന്നു മാ മനഅക നിന്നെ തടഞ്ഞ കാര്യമെന്ത്, അല്ലാ തസ്ജുദ നീ സുജൂദ് ചെയ്യലിനെ തൊട്ട് നിന്നെ തടഞ്ഞ കാര്യം എന്ത്. ഇവിടെ സുജൂദ് ചെയ്യാതിരിക്കലെ തൊട്ട് എന്നുള്ള നഫീൻ്റെ അർത്ഥമൊന്നും അവിടെ ഇല്ല, ലാ എന്നുള്ളത് സായിദിയാണ്. അപ്പോൾ അൻ തസ്ജുദ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ലാ എന്നുള്ളത് നഫി സായിദിയായിട്ട് വന്ന ലായാണത്. കാരണം ഈ സുജൂദ് ചെയ്യാതെ എന്താണ്, നീ സുജൂദ് ചെയ്യാതിരിക്കലിനെ തൊട്ട് തടഞ്ഞ കാര്യം എന്തെന്നല്ലല്ലോ, മറിച്ച് സുജൂദ് ചെയ്യലിനെ തൊട്ട് നിന്നെ തടഞ്ഞ കാര്യം എന്ത്. അപ്പം മാ മനഅക അൻ തസ്ജുദ എന്നാണ് വേണ്ടത്. ലാ എന്നുള്ളത് അവിടെ സായിദിയാണ്. മറ്റൊന്ന് നാഫിയ, നഫി ചെയ്യുന്ന ലാ ഉണ്ട്. ഈ നഫി ചെയ്യുന്ന ലാ അല ഹംസത്തി അൻവായിൻ, 5 ഇനങ്ങളാണുള്ളത്. നഫി ചെയ്യുന്ന ലാ 5 ഇനങ്ങളുണ്ട്. മൊത്തത്തിൽ 3 ലാ ആണ്. ഒന്ന് നഹി ചെയ്യുന്ന ലാ ഉണ്ട്, മറ്റൊന്ന് സായിദിയ ലാ, മറ്റൊന്ന് നഫി ചെയ്യുന്ന ലാ. നഫി ചെയ്യുന്ന ലാ 5 വിഭാഗമുണ്ട്. ഒന്നാമത്തത് അന്തകൂന ആമിലത്തൻ അമല ഇന്ന, ഇന്നയുടെ അമല് ചെയ്യുന്ന ലായാണ് ഒന്നാമത്തത്. എപ്പോഴാണ് എന്താണ് ഇന്നയുടെ അമല്? ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്, ഇതാണല്ലോ ഇന്നയുടെ അമല്. ഇന്ന അഖവാത്തുകളുടെ അമല് എന്ന് പറഞ്ഞാൽ ഇതേ അമല് ചെയ്യുന്ന ഇസ്മിന് നസ്ബും ഖബറിന് റഫ് ഒക്കെ ചെയ്യുന്ന ലായുണ്ട്. ഈ ലാ ഇതെപ്പോഴാണ് ഇങ്ങനെ ഈ അമല് ചെയ്യുക? വദാലിക ഇൻ ഉരീദ ബിഹ നഫിയുൽ ജിൻസ്, ഇൻ ഉരീദ ബിഹ ഈ ലാ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാലാണ് നഫിയുൽ ജിൻസ്, ജിൻസിനെ നഫി ചെയ്യൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഇവിടെ ലാ ഇന്നയുടെ അമൽ ചെയ്യുക. ജിൻസ് ആ വിഭാഗം ഒന്നാകെ നിഷേധിക്കുക. ഉദാഹരണത്തിന് ലാ റജുല ഫിദ്ദാരി, വീട്ടിൽ ഒരു റജുലും ഇല്ല, റജുലിൻ്റെ ജിൻസേ ഇല്ല, ആ വിഭാഗത്തെ തന്നെ നിഷേധിക്കണം. റജുലിൻ്റെ ഒരു തരി പോലും അവിടെ ഇല്ല വീട്ടിൽ. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ലാ എന്നുള്ളത് ഇന്നയുടെ അമൽ ചെയ്യുക. ഇവിടെ ലാൻ്റെ ഇസ്മാണ് റജുല എന്നുള്ളത്. ആ റജുല എന്നുള്ളതിന് നസ്ബാണുള്ളത്. ഫിദ്ദാരി എന്നുള്ള ആ ജാറ് മജ്റൂറാണ്. ഖബർ റഫിൻ്റെ മഹല്ലിലും ആണ്. ഓക്കെ അല്ലേ? എല്ലാവരും കൂടെ ഉണ്ടോ? കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ലാ എന്നുള്ള നഫിയുടെ ലാ 5 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗമാണ് ഇന്നയുടെ അമല് ചെയ്യുന്ന ലാ. ഇന്നയുടെ അമൽ എന്താണ്? ഇസ്മിന് നസ്ബും ഖബറിന് റഫും, ഇങ്ങനെയാണല്ലോ ഇന്നയുടെ അമൽ. ആ അമല് ചെയ്യുന്ന ലാ എപ്പോഴാണ് അമൽ ചെയ്യുക? അങ്ങനെ അമൽ ചെയ്യുക ഇൻ ഉരീദ ബിഹ നഫിയുൽ ജിൻസ് ഉണ്ടോ, ജിൻസിനെ നഫി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഇന്നയുടെ അമൽ ചെയ്യുക. ഉദാഹരണത്തിന് ലാ റജുല ഫിദ്ദാരി, വീട്ടിൽ ഒരു റജുലും ഇല്ല, റജുലിൻ്റെ ജിൻസേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ആരാധനക്ക് അർഹനായ ഒരാളുമില്ല, ആ ജിൻസ് തന്നെ ഇല്ല. ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായ ഒരാളുമില്ല. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ ഈ ലാൻ്റെ ഇസ്മാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉദാഹരണത്തിൽ ഇലാഹ എന്നുള്ളത് ലാൻ്റെ ഇസ്മാണ്. അതിൻ്റെ ഖബർ കളയപ്പെട്ടാണ്. ലാ ഇലാഹ മൗജൂദുൻ എന്നൊരു ഖബർ കളയപ്പെട്ടിട്ടുണ്ട്. ആ ഖബറാണ്, അതാണ് ഖബർ. ആ ഖബറിന് റഫ് ആണ്, ഇസ്മിന് നസ്ബു ഉണ്ടാവുക. ലാ റജുല ഫിദ്ദാരി എന്ന് പറയുമ്പോൾ ലാ റജുല, റജുല എന്നുള്ളതാണ് ലാൻ്റെ ഇസ്മ്, ഫിദ്ദാരി എന്നുള്ളതാണ് ഖബർ. അല്ലെങ്കിൽ ഖബർ കളയപ്പെട്ടാണെന്നും പറയാം. ലാ റജുല മൗജൂദുൻ ഫിദ്ദാരി, ജാർ മജൂർ ഖബറാകുമ്പോൾ ഖബർ യഥാർത്ഥത്തിൽ കളയപ്പെടുമല്ലോ.
വിഷയം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇനി പുതിയൊരു വിഷയം കൂടി പറഞ്ഞുതരാം. ഈ ലാ റജുല എന്ന് പറയുമ്പോൾ ഈ റജുല എന്നുള്ളത് ലാഹിറത്തായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് അല്ല. റജുല എന്നിടത്ത് അവിടെ കാണുന്ന ഫത്തഹ് ഉണ്ടല്ലോ, അത് ബിനാഇൻ്റെ ഫത്തഹാണ്. അതായത് ഈ ലായും റജുല എന്നതിനെയും കൂട്ടി ഒരു മുറക്കബായിട്ട് ഒരു മബിനായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പറയാം. ഏതുപോലെ എന്ന് വെച്ചാൽ അഹദ അഷറ എന്നുള്ളത്, അതുപോലെ തന്നെ സലാസത്ത അഷറ, ഹംസത്ത അഷറ, അവിടെയൊക്കെ ഫത്തഹിൻ്റെ മേൽ മബിനിയാക്കാറുണ്ടല്ലോ, രണ്ട് പദത്തെയും കൂട്ടിയിട്ട് ഫത്തഹിൻ്റെ മേൽ മബിനിയാക്കാറുണ്ട്. എന്നതുപോലെ ഒരു ഫത്തഹിൻ്റെ മേൽ മബിനിയായിട്ടാണ് ഇവിടെ റജുല എന്നുള്ളത്. പിന്നെ നെസ്ബ് എവിടെയെന്ന് വെച്ചാൽ ഈ റജുല എന്നതിൻ്റെ മഹല്ലിലാണ് നെസ്ബുള്ളത്. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഇലാഹ എന്നതിന് ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ലായും ഇലാഹും കൂടി മുറക്കബായ ഇസ്മു പോലെ ആക്കിയിട്ട് ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ഇലാഹ് എന്ന ഇസ്മിന് നെസ്ബ് എവിടെയെന്ന് വെച്ചാൽ മഹല്ലിലാണുള്ളത്. എവിടെ? എന്തെങ്കിലും ചോദിച്ചോ? മഹല്ലിലാണ് നെസ്ബ് ഉണ്ടാവുക കേട്ടോ. ലാൻ്റെ ഈ ജിൻസിനെ നെഫ് ചെയ്യുന്ന ലാൻ്റെ ഇസ്മ് അത് മബിനി ആയിരിക്കും, ഫത്തഹിൻ്റെ മേൽ മബിനി ആയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ അതിന് നെസ്ബ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് അതിൻ്റെ മഹല്ലിലാണ് ഉണ്ടാവുക. ഇത് ഖബർ പൊതുവെ കളയപ്പെടും. ചിലപ്പോൾ കളയപ്പെടുമ്പോൾ ആ കളയപ്പെട്ട ഖബറിന് റഫ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ഖബർ കളയപ്പെട്ടതാണ്. ലാ ഇലാഹ, ഇലാഹിൻ്റെ ജിൻസേ ഇല്ല, മൗജൂദുൻ, മൗജൂദായിട്ടില്ല, നിലവിൽ ഇല്ല, ആരല്ലാതെ ഇല്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഇല്ല. അപ്പോൾ ഈ മൗജൂദൻ എന്ന കളയപ്പെട്ടതാണ് ഖബർ. അതിന് മഹല്ല്, അതിന് കളയപ്പെട്ടതായതുകൊണ്ട് അതിന് മഹല്ല് എന്ന് തന്നെ പറയാം, മഹല്ല് റഫ് ആണ്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ജിൻസിന് നെഫ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ലാനെക്കുറിച്ച് മൊത്തത്തിലൊന്ന് കുറച്ച് പറയാം എന്ന നിലക്കാണ് ബാക്കി പറയുന്നത്. ഏതായാലും നെഫ് ചെയ്യുന്ന ലാ 5 രൂപത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ജിൻസിന് നെഫ് ചെയ്യുന്ന ലാ. ഇനി രണ്ടാമത്തെ ലാ ഉണ്ട്, അൻ തക്കൂന ആമിലത്തൻ അമല ലൈസ, ലൈസയുടെ അമല് ചെയ്യുന്ന ലാ. ഇതാണ് രണ്ടാമത്തെ നെഫ് ചെയ്യുന്ന ലാ. ലൈസയുടെ അമൽ എന്താണ്? ലൈസ എന്നുള്ളത് കാനാഹ്വാദിൽപ്പെട്ടതാണല്ലോ. കാനാഹ്വാത്തിൻ്റെ അമല് ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ്. അതായത് നേരത്തെ പറഞ്ഞ ലാൻ്റെ നേരെ വിപരീത അമല്. നേരത്തെ പറഞ്ഞത് ഇസ്മിന് നസ്ബ് ഖബറിന് റഫ ചെയ്തിരുന്നത്. ഇത് നേരെ മാറ്റം, ഇസ്മിന് റഫ് ഖബറിന് നസ്ബ്. ഫതർഫുൽ ഇസ്മ ഫതൻസിബുൽ ഖബറ. വഹിയലി നഫീൽ വാഹിദ്. ഈ ലാ എന്നുള്ളത് ലൈസയുടെ അമൽ ചെയ്യുന്ന ലാ എന്നുള്ളത് വാഹിദിനെ നഫി ചെയ്യാനാണ്. അതായത് ഒരു റജുല് ഇല്ല എന്ന് പറയാൻ, അല്ലാതെ റജുലിൻ്റെ ജിൻസേ ഇല്ല എന്ന് പറയാനല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നെഹബു ലാ റജുലുൻ ഖായിമൻ, ഒരു റജുല് ഖായിമല്ല, ഒരു റജുല് ഖായിമല്ല. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ 10 റജുലുണ്ട്, അതിൽ 9 ആളും നിൽക്കുന്നവരാണ്. അതിൽ ഒരാൾ എന്തായിട്ടില്ല, ഇരുന്നിട്ടില്ല. ഒരാൾ ഇരിക്കുകയാണ്. 9 ആളുകളും നിൽക്കുകയാണ്, ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം? ലാ റജുലുൻ ഖായിമൻ, ഒരു റജുല് നിൽക്കുന്നവനല്ല എന്ന് പറയാം. ഒന്നാമത്തെ ലാ എന്നുള്ളത് ലാ റജുല എന്നാണ് ഒന്നാമത്തെ ലാ. അത് ഇവിടെ പറയാൻ പറ്റൂല. അതിൻ്റെ അർത്ഥം എന്താ? ലാ റജുല എന്ന് പറയുമ്പോൾ ഒരു റജുലും ഇല്ല എന്നാ, ഒരു റജുലും ഖായിമല്ല എന്ന് വരും. അതിവിടെ പറയാൻ പറ്റില്ല, കാരണം 9 ആളും നിൽക്കുകയാണല്ലോ. അതേസമയത്ത് രണ്ടാമത്തെ ലാ ലൈസർ അമൽ ചെയ്യുന്ന ലാ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് പറയാൻ പറ്റുക? ഒരാൾ നിൽക്കുന്നില്ല എന്ന് പറയാൻ പറ്റിയത് ഈ ലൈസയുടെ അമൽ ചെയ്യുന്ന ലാ കൊണ്ടാണ്. രണ്ടിന് അർത്ഥം വ്യത്യാസമുണ്ട്. ഒന്ന് ജിൻസിനെ തന്നെ നഫി ചെയ്യലാണ്, ഒന്ന് ഒരു മുഫ്രദിനെ, ഒരു വാഹിദിനെ മാത്രം നഫി ചെയ്യലുമാണ്. ഓക്കെ അല്ലേ? വൽ ഫർഖു ബൈന ലൽ ആമിലത്തു അമല ലൈസ വ ലൻ നാഫിയത്തു ലിൽ ജിൻസി. ഇനി ഇപ്പോൾ പറഞ്ഞ 2 ലാകളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം പറയാണ്, അന്നക്ക ഇതാ കുൽത്ത, നീ പറഞ്ഞാൽ, ലാ റജുല ഫിദ്ദാരി, വീട്ടിൽ ഒരു റജുലും ഇല്ല. ഇത് ഏത് ലായാണ്? ലാ റജുല ഫിദ്ദാരി എന്ന് പറയുമ്പോൾ ഏത് ലായാണ്? ജിൻസിന് നഫി ചെയ്യുന്ന ലായാണോ
ലൈസയുടെ അമൽ ചെയ്യുന്ന ലായാണോ? അതെ, ജിൻസിന് നഫി ചെയ്യുന്നില്ല. കാരണം ഫത്തഹിൻ്റെ മേൽ മബ്നി ആയിട്ടാണ് റജുല എന്നിനെ പറഞ്ഞിട്ടുള്ളത്. ഇതിനർത്ഥം എന്താ വരിക? വീട്ടിൽ ഒരു റജുലും ഇല്ല, റജുലിൻ്റെ ജിൻസേ ഇല്ല എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഇങ്ങനെ നീ പറഞ്ഞാൽ അവിടെ പിന്നെ ലാ യസിഹു പറ്റൂല, അൻ തഖൂല പിന്നെ പറയാൻ പറ്റൂല. എന്ത് പറയാൻ പറ്റൂല? ബൽ റജുലാനി ഔ റിജാലുൻ എന്ന് പറയാൻ പറ്റൂല. അതായത് ലാ റജുല ഫിദ്ദാരി ബൽ റജുലാനി ഔ റിജാലുൻ എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. ലാ റജുല ഫിദ്ദാരി വീട്ടിൽ ഒരു റജു ഇല്ല, ബൽ റജുലാനി പക്ഷെ 2 റജുലുണ്ട്, അല്ലെങ്കിൽ ഔ റിജാലു അല്ലെങ്കിൽ കുറേ റജുലുണ്ട് എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. കാരണം എന്താ? ലാ റജുല ഫിദ്ദാരി എന്ന് പറയുമ്പോൾ തന്നെ അന്നക്ക നഫൈത്ത നീ നഫി ചെയ്തു കുല്ല ജിൻസിൽ റിജാലിൻ്റെ ജിൻസിൽപ്പെട്ട എല്ലാവരെയും നീ നഫി ചെയ്തു. മീനദ്ദാരി വീട്ടിൽ നിന്ന് മുത്തലക്ക നിരുപാധികം, അത് ഒരു റജുലുമില്ല എന്നുള്ളക്ക് നിരുപാധികം നീ എന്ത് ചെയ്തു? ജിൻസിനെ തന്നെ നഫി ചെയ്തു. ഇനി ബൽ ഇട്ടുകൊണ്ട് ബൽ റജുലാനി പക്ഷേ 2 റജുലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പക്ഷേ കുറേ 3 റജുലുണ്ട് കേട്ടോ എന്നൊന്നും പറയാൻ അതിന് സ്കോപ്പില്ല. അതേ സമയത്ത് വൈദാ കുൽത്തനി പറഞ്ഞാൽ ലാ റജുലുൻ ഫിദ്ദാരി എന്ന് നീ പറഞ്ഞാൽ, ആ ലാ റജുലുൻ ഫിദ്ദാരി എന്ന് പറയുമ്പോൾ ഏത് ലായാണത്? ലൈസയുടെ അമൽ ചെയ്യുന്ന ലായാണ്. അതിനർത്ഥം എന്താ വരാം? ഒരു റജുല് വീട്ടിലില്ല എന്നർത്ഥം വരാം. ഒരു റജുല് വീട്ടിലില്ല. ഇങ്ങനെ ലാ റജുലും ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ജാസ അനുവദനീയമാണ്, അന്തകൂല നിനക്ക് പറയാം, ബൽ റജുലാനി ഔ റിജാലുൻ പക്ഷേ 2 റജുലുണ്ട് അല്ലെങ്കിൽ കുറേ റജുല് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? ലി അന്ന ലാ അൽ ആമിലത്തു അമല ലൈസ ലൈസയുടെ അമൽ ചെയ്യുന്ന ലാ തെൻഫിൽ വാഹിദ ഒന്നിനെ മാത്രമേ നഫി ചെയ്യുള്ളൂ. വലാ തെൻഫി സിവൽ വാഹിദ് ഈ ഒന്ന് അല്ലാത്തതിനെ നഫി ചെയ്യുന്നില്ല. അപ്പോൾ ഒരു റജുല് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ളവരുണ്ട് എന്ന് പറഞ്ഞൂടെ? ഒരു റജുല് ഇല്ല, വേറെ 2 ആൾക്കാർ അവിടെ ഉണ്ട് അല്ലെങ്കിൽ 3 ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്കറിയപ്പെട്ട ഒരു നമ്മൾ വീട്ടിൽ കോഴികൾ വളർത്തുന്നവരുണ്ട്. കോഴികൾ എങ്ങനെ എന്ത് ചെയ്തു? കൂട്ടിലും കയറ്റപ്പോൾ ഒരു കോഴി കൂട്ടിലില്ല എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? ലാ ദജാജത്തുൻ ഫിൽ ഖഫസ് ഒരു കോഴി കൂട്ടിലില്ല, ബാക്കിയോ 2 കോഴി അവിടെ ഉണ്ട് അല്ലെങ്കിൽ 3 കോഴി അവിടെ ഉണ്ട്. മൊത്തം ഉള്ള കോഴികളിൽ ഒരു കോഴി ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് പറയാം? ലാ ദജാജത്തുൻ ഫിൽ ഖഫസ് എന്ന് പറയാം. അവിടെ എന്ത് പറയാൻ പറ്റില്ല? ലാ ദജാജത്ത ഒരു കോഴിയുമില്ല എന്നർത്ഥത്തിൽ അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ 2 ലായും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നഫി ചെയ്യുന്ന ലാ എന്നുള്ളത് 5 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ് ഇന്നയുടെ അമൽ ചെയ്യുന്ന ലാ, അത് ജിൻസിനെ നഫി ചെയ്യുമ്പോഴാണ് അത് ഉപയോഗിക്കുക. രണ്ടാമത്തേതാണ് വാഹിദിനെ നഫി ചെയ്യുന്ന ലാ, അത് ലൈസയുടെ അമല ചെയ്യാം. ഇനി മൂന്നാമതൊരു നഫി ചെയ്യുന്ന ലാ ഉണ്ട്, അതാണ് ആത്തിഫത്ത്. ഹുറൂഫ് അത്ഫിൻ ഔ വബൽ ഹത്ത വഫ വാവുൻ വലാക്കിൻ സുമ്മ അം ഇമ്മ വ ലാ എന്നുള്ളത് അത്ഫ് ചെയ്യുന്ന ഹർഫുകളിൽ പെട്ടതാണ്. അതിപ്പോൾ ഇങ്ങനെ ഉദാഹരണം പറയാം. നെഹ്വു ജാ അ സെയ്ദുൻ ലാ അമ്രുൻ, ജാ അ സെയ്ദുൻ സെയ്ദ് വന്നു, ലാ അമ്രുൻ അമ്രു വന്നിട്ടില്ല, അമ്രല്ല. അപ്പോൾ ഈ ലാ എന്നുള്ളത് തെർക്കീബ് പറയുമ്പോൾ അത്ഫിൻ്റെ ലാ എന്നാ പറയാം. അത്ഫിൻ്റെ ലാൻ്റെ ശേഷം ഉള്ള അമ്രു എന്നുള്ളത് മഴത്തൂഫാണ്. എവിടേക്ക് അത്ഫ്? ഈ സെയ്ദ് എന്ന് നമുക്ക് അത്ഫ് ചെയ്യപ്പെട്ടു. ഈ ലാ എന്നുള്ള എന്തിനാ ഉപയോഗിക്കുക? ഹുക്കുമ് ശേഷമുള്ളത് ചേർക്കാതിരിക്കാൻ വേണ്ടി. ജാ അ സെയ്ദുൻ സെയ്ദ് വന്നു, ആര് വന്നിട്ടില്ല, അമ്രു വന്നിട്ടില്ല എന്നർത്ഥം കിട്ടാനുള്ള അത്ഫിൻ്റെ അക്ഷരമാണ് ലാ എന്നുള്ളത്. ഇനി നാലാമത് നഫി ചെയ്യുന്ന ലാ ഒരു ലായാണെന്ത്? അന്തക്കൂന ജവാബൻ മുനാഖിറൻ ലി നഅം. നഅം എന്നതിൻ്റെ നേരെ വിരുദ്ധമായിട്ട് വരുന്ന ഒരു ജവാബിൻ്റെ ലാ. ഉദാഹരണത്തിന് യുഖാലു ചോദിക്കപ്പെടും, ആ ജാ അക്ക സെയ്ദുൻ നിൻ്റെ അടുക്കൽ സെയ്ദ് വന്നോ? അപ്പോൾ ഫത്തഖൂ നീ പറയും ലാ വന്നിട്ടില്ല. അത് നഫീൻ്റെ ലാ തന്നെയാണ്. അത് നമ്മൾ നഅം ലാ ഇങ്ങനെ നഅം എന്നതിൻ്റെ നേരെ മാറ്റമായിട്ട് വരുന്ന ചോദ്യത്തിന് മറുപടി നൽകാനൊക്കെ നെഗറ്റീവായ സെൽബിയായ രൂപത്തിൽ മറുപടി കൊടുക്കാനൊക്കെ വേണ്ടി വരുന്ന ലായാണത്. അത് നഫീൻ്റെ ലാ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ലായാണ് അന്തക്കൂന അല ഗൈരി ദാലിക്, ഈ പറയപ്പെട്ടതല്ലാത്ത മറ്റു രൂപങ്ങളിൽ വരാം. അതിൽപ്പെട്ട ഉദാഹരണമാണ് ലാ ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ.
അവിടെയൊക്കെ ലാ എന്നുള്ളത് നേരത്തെ മുകളിൽ പറയപ്പെട്ട തബ്രീയത്ത് ജിൻസിന് നഫി ചെയ്യുന്ന ലായോ അല്ലെങ്കിൽ ലൈസയുടെ അമൽ ചെയ്യുന്നതോ ഇങ്ങനെ തുടങ്ങി ആ മേൽ പറയപ്പെട്ടതൊന്നുമല്ല, ബാക്കിയുള്ള ലാകളാണെന്നൊക്കെ വെറുതെ നഫിക്ക് വേണ്ടി വരുന്നത്. അതിന് ഉദാഹരണമാണ് ഫലാ സദ്ദഖ വലാ സല്ല. ഫീലിൻ്റെ മുമ്പൊക്കെ ലാ വരാറുണ്ടല്ലോ. ലാ സദ്ദഖ വലാ സല്ല, അവൻ സദഖ ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ ഫീലിൻ്റെ മുമ്പൊക്കെ ലാ വരാറുണ്ട്. അതൊക്കെ ഈ പറയപ്പെട്ട മറ്റുള്ള ലാകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ വിഷയം ഇതിൽ ഒന്നാമത്തെ ലാനെ കുറിച്ചാണ്. ഏത് നഫി ചെയ്യുന്ന ലാ 5 വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ലാ റജുല ഫിദ്ദാരി എന്ന ജിൻസിന് നഫി ചെയ്യുന്ന ലാ എന്നതിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ തൻസിബു ലൻ നാഫിയത്തു ലിൽ ജിൻസി ഇസ്മൻ നക്കിറത്തൻ. ഈ ജിൻസിന് നഫി ചെയ്യുന്ന ലാ എന്നുള്ളത് നക്കിറയായ ഇസ്മിന് നസ്ബ് ചെയ്യും. നക്കിറയായ ഇസ്മിനാണ് നസ്ബ് ചെയ്യുക. വതറഫഉ ഖബറൻ നക്കിറത്തൻ. നക്കിറയായ ഖബറിന് റഫ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇസ്മും ഖബറൊക്കെ നക്കിറയായിരിക്കണം എന്നർത്ഥം. ഇല്ലം യതഖദ്ദം ഖബറുഹാ അലസ്മിഹാ. ഇല്ലം യതഖദ്ദം ഖബറുഹാ, അതിൻ്റെ ഖബർ മുന്തി വന്നിട്ടില്ല എങ്കിൽ, അലസ്മിഹ ഇസ്മിനേക്കാൾ മുന്തി വന്നിട്ടില്ല എങ്കിൽ. ഉദാഹരണം നോക്കൂ. ലാ റജുല ഫിദ്ദാരി. ലാ റജുല ഫിദ്ദാരി. ലാ റജുല, റജുലിൻ്റെ ജിൻസേ ഇല്ല ഫിദ്ദാരി വീട്ടിൽ. ലാ റജുല മൗജൂദുൻ ഫിദ്ദാരി എന്നുണ്ടാവാം. റജുല എന്നുള്ളതാണ് അതിൻ്റെ ഇസ്മ്. ആ കളയപ്പെട്ട മൗജൂദുൻ എന്നുള്ളതാണ് ഖബർ. ഇസ്മായാലും ഖബറായാലും ഒക്കെ നക്കിറിയായ ഇസ്മുകളാണ്. റജുല എന്നതിൻ്റെ മഹല്ല് നസ്ബാണ്. മൗജൂദുൻ എന്നുള്ളത് ഖബറാണ്. അതും മഹല്ല് റഫ്വാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് യുബ്നസ്മു ലാ അൽ ഫത്ഹി ഇൻകാന മുഫ്രദൻ ഔ ജമ്മ തക്സീരിൻ. ഈ ലാൻ്റെ ഇസ്മ് അതിൻ്റെ മഹല്ലിലാണ് നസ്ബ് ഉണ്ടാവുക. അതേ സമയത്ത് ലഫ്ലിൽ അതെന്തായിരിക്കും? മബിനി ആയിരിക്കും എന്ന് പറഞ്ഞു. ഫത്തഹിൻ്റെ മേൽ മബിനി ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ ഫത്തഹിൻ്റെ മേൽ മബിനി ആയിരിക്കുമെന്ന് പറഞ്ഞത് എല്ലാ സന്ദർഭത്തിലും അത് ഫത്തഹിൻ്റെ മേൽ മബിനി അല്ല. ഫത്തഹിൻ്റെ മേൽ മബിനി ആവുന്ന സന്ദർഭത്തിലാണ് ഇൻകാന മുഫ്രദൻ ഔ ജമ്മ തക്സീരിൻ. ജമ്മു തക്സീർ അല്ലെങ്കിൽ മുഫ്രദ് ഒക്കെ ആയി വരുമ്പോഴാണ് ഫത്തഹിൻ്റെ മേൽ മബിനിയാവുക. അതിന് ഉദാഹരണം ലാ റജുല ഫിദ്ദാരി. റജുല എന്നുള്ളത് ഒരു മുഫ്രദായ പദമാണ്. അതുപോലെ തന്നെ ലാ റിജാല ഫിദ്ദാരി. അവിടെ റിജാല് റജുലിൻ്റെ ജമ്മു തക്സീറാണ്. ഇങ്ങനെ ജമ്മു തക്സീറോ മുഫ്രദോ ഒക്കെ ആയി വരുമ്പോഴാണ് റജുല അല്ലെങ്കിൽ റിജാല ഇങ്ങനെ ഫത്തഹിൻ്റെ മേൽ മബിനിയായിട്ടുണ്ടാവാം. അതേ സമയത്ത് യുബ്നസ്മു ലാ അലൽ ഫത്തഹി അവൽ കസ്രി. ഫത്തഹിൻ്റെ മേലിലോ അല്ലെങ്കിൽ കസ്റിൻ്റെ മേലിലോ 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ മബിനിയാക്കപ്പെടും ഇൻകാന ജംഅ മുഅന്നസിൻ. ജംഅ മുഅന്നസ് സാലിമാണെങ്കിൽ. ഇപ്പോൾ ലാ മുസ്ലിമാത്ത ഫിദ്ദാരി അല്ലെങ്കിൽ ലാ മുസ്ലിമാത്തി ഫിദ്ദാരി. സ്ക്രീന് പോയോ? വന്നില്ലേ? ഓക്കെ. ലാ മുസ്ലിമാത്ത അല്ലെങ്കിൽ ലാ മുസ്ലിമാത്തി. അവിടെ എന്ത് പറയാം? ജംഅ മുഅന്നസ് സാലിം ആയതുകൊണ്ട് ലാൻ്റെ ഇസ്മ് ജംഅ മുഅന്നസ് സാലിം ആയതുകൊണ്ട് അവിടെ ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കുകയും ചെയ്യാം, കസ്റിൻ്റെ മേൽ മബ്നിയാക്കുകയും ചെയ്യാം. ഇനി യുബ്നസ്മു ലാ അലൽ യാഇ ഇൻകാന മുസന്നൻ ഔ ജംഅ മുദക്കിരിൻ സാലിമിൻ. ഈ മുസന്നയോ ജംഅ മുദക്കർ സാലിമോ ആണ് ലാൻ്റെ ഇസ്മു എങ്കിൽ യാഇൻ്റെ മേലിലാണ് മബിനി. ലാ റജുലൈനി ഫിദ്ദാരി. അവിടെ യാഇൻ്റെ മേലാണ് മബിനി. കാരണം സാധാരണ മുസന്ന അതുപോലെ തന്നെ ജംഅ മുദക്കർ സാലിമിനൊക്കെ യാ കൊണ്ടാണല്ലോ നസ്ബ് ഉണ്ടാവുക. എന്നതുപോലെ ഇവിടെ ഈ യാഇൻ്റെ മേലാണ് മബിനി ഉണ്ടാവുക. ലാ റജുലൈനി ഫിദ്ദാരി. അതുപോലെ തന്നെ ലാ മുസ്ലിമീന ഫിദ്ദാരി. അവിടെ മുസ്ലിമീന അവിടെ യാഇൻ്റെ മേലാണ് മബിനി. ഇനി യുൻസബു സ്മു ലാ ഇൻകാന മുലാഫൻ ഔ ഷിബ്ഹഹു. യുൻസബു നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്? ഫത്തഹിൻ്റെ മേൽ മബിനി അല്ലെങ്കിൽ കസ്റിൻ്റെ മേൽ മബിനി അല്ലെങ്കിൽ യാഇൻ്റെ മേൽ മബിനി എന്ന് പറഞ്ഞു.
ഇനി മുഅറബാവുന്ന സന്ദർഭം പറയണത് ഈ തബ്രിയത്തിൻ്റെ ലാൻ്റെ ഇസ്മ് മുഅറബായിട്ട് വരുന്ന സന്ദർഭത്തിലാണ് യുൻസബു ഇസ്മു ലാൻ്റെ ഇസ്മിന് നസ്ബ് ചെയ്യപ്പെടും ഇൻകാന മുലാഫൻ ഔ ഷിബ്ഹഹു, മുലാഫോ അല്ലെങ്കിൽ ഷിബ്ഹ് മുലാഫോ ആണെങ്കിൽ അവിടെ ലാൻ്റെ ഇസ്മിന് നസ്ബാണ് ഉണ്ടാവുക. ഫത്തഹിൻ്റെ മേൽ മബ്നി അല്ല, സാധാരണ നസ്ബ് തന്നെ ഉണ്ടാവും. അങ്ങനെ മുലാഫിന് ഉദാഹരണം നോക്കൂ. ലാ സ്വാഹിബ ഇൽമിൻ മംകൂത്തുൻ, സ്വാഹിബ ഇൽമ്, ഇവിടെ സ്വാഹിബ എന്നുള്ളതാണ് ലാൻ്റെ ഇസ്മ്. പക്ഷെ അതിനെ ഇദാഫത്ത് ചെയ്തു, സ്വാഹിബ ഇൽമിൻ, ഇൽമിൻ്റെ ഉടമ, ഇൽമ എന്നതിലേക്ക് ഇദാഫത്ത് ചെയ്തു. അപ്പോൾ മുലാഫാണ് സ്വാഹിബ് എന്നുള്ളത്. ഇങ്ങനെ മുലാഫ് ഈ പറയപ്പെട്ട ജിൻസിൽ നഫി ചെയ്യുന്ന ലായുടെ ഇസ്മായിട്ട് വന്നാൽ ഫത്തഹിൻ്റെ മേൽ മബ്നിയാണ്. അവിടെ ഈ സ്വാഹിബ എന്നുള്ളത് മൻസൂബുൻ ബിൽ ഫത്തഹത്തിൽ ലാഹിറ എന്ന് തന്നെ പറയണം, അല്ലെന്നല്ല അത് ഫത്തഹിൻ്റെ മേൽ മബ്നി എന്നല്ല പറയേണ്ടത്. ഇതുപോലെ ലാ റജുല ഫിദ്ദാരി എന്നൊക്കെ പറയുന്നത് റജുല എന്നുള്ള ഫത്തഹിൻ്റെ മേൽ മബ്നി എന്ന് പറഞ്ഞിരുന്നു. എന്നതുപോലെയല്ല ഇവിടെ ലാ സ്വാഹിബ ഇൽമി എന്ന് പറയുമ്പോൾ ആ സ്വാഹിബ എന്നുള്ളത് ലാഹിറത്തായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് തന്നെയാണ്. ഈ സ്വാഹിബ് ഇൽമു അല്ല മംകൂത്തുൻ, മംകൂത്തല്ല. മംകൂത്താണ് മക്കൂത്താണ് ദേഷ്യം എന്നൊക്കെയാണല്ലോ, ദേഷ്യം വെക്കപ്പെടുന്നവൻ അല്ല. ഇൽമുടയവൻ അവനോട് എല്ലാവർക്കും പ്രിയമായിരിക്കും, അവൻ മംകൂത്ത് ആവില്ല, മറ്റുള്ളവരുടെ ദേഷ്യത്തിന് അർഹനായവനാവില്ല, ദേഷ്യം വെക്കപ്പെടുന്നവനാവില്ല. അതുപോലെ തന്നെ ഷിബ്ഹ് മുദാഫ് ലാ ഹസനൻ വജ്ഹുഹു മദ്മൂമുൻ, ഇവിടെ ഹസനൻ വജ്ഹുഹു, ഹസന് എന്നതിനെ വജ്ഹിലേക്ക് ഇലാഫത്ത് ചെയ്തോന്നല്ല. അതേ സമയത്ത് ഹസനൻ എന്ന് മാത്രം പറഞ്ഞാൽ, ഭംഗിയായവൻ എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ എന്താവില്ല, അർത്ഥം പൂർത്തിയാവില്ല. എന്ത് ഭംഗിയാവൻ, മുഖം ഭംഗിയായവൻ, ഈ സിഫത്ത് മുഷബ്ബഹാകുന്ന ഹസൻ എന്നതിൻ്റെ ഒരു ഫായിലും കൂടി ശേഷം പറയണം. അതായത് അപ്പോൾ ശേഷമുള്ളതിലേക്ക് ആവശ്യമുള്ളത് എന്നർത്ഥം. അപ്പോൾ ഷിബ്ഹ് മുദാഫാണ് ഉദ്ദേശിക്കുന്നത്. ലാ ഹസനൻ വജ്ഹുഹു, ഇവിടെ ഹസൻ എന്നുള്ള ഷിബ്ഹ് മുദാഫാണ്. കാരണം അതിനർത്ഥം പൂർത്തിയാവണമെങ്കിൽ ശേഷമുള്ളതിലേക്ക് ആവശ്യമാണ് അങ്ങനത്തെ ഒന്നർത്ഥം. ഇതാണ് ഷിബ്ഹ് മുദാഫ്. ഇങ്ങനെ ഷിബ്ഹ് മുദാഫായിട്ട് വന്നാലും അതിന് ലാഹിറത്തായ ഫത്തഹത്ത് കൊണ്ട് നസ്ബാൻ ഉണ്ടാവുക. ഓക്കെ. ലാ ഹസനൻ വജ്ഹുഹു മദ്മൂമുൻ, മുഖം ഭംഗിയായവൻ ആക്ഷേപിക്കപ്പെടുന്നവനല്ല. ഇനി യജൂസു ഫിൽ മുഫ്രദിൽ മഅ്തൂഫില്ലദി തകററത് ഫിഹി ലാ അൽ ഫത്ഹു വൻ നസ്ബു വർ റഫ്ഉ ഇദാ കാനൽ അവ്വലു മബ്നിയൻ അലൽ ഫത്ഹി. യജൂസു അനുവദനീയമാണ്, ഫിൽ മുഫ്രദിൽ മഅ്തൂഫി മഅ്തൂഫായ മുഫ്രദിൽ, അല്ലദി തകററത് ഫി ലാ ആവർത്തിച്ച് വന്ന മഅ്തൂഫിൽ, അൽ ഫത്ഹു വൻ നസ്ബു വർ റഫ്ഉ, ഫത്ഹും നസ്ബും റഫ്ഉം ഈ മൂന്നും പറ്റും. ഇദാ കാനൽ അവ്വലു മബ്നിയൻ അലൽ ഫത്ഹി, ഒന്നാമത്തേത് ഫത്ഹിൻ്റെ മേൽ മബ്നിയായാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ലാ ഹൗല വലാ ഖുവ്വത്ത, ഇവിടെ ഇപ്പോൾ ഖുവ്വത്ത് എന്നുള്ള മഅ്തൂഫാണല്ലോ. ഹൗല എന്ന ലാ ഹൗല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലാലിസ്മാണ് ഹൗല എന്നുള്ളത്, അതുമേലേക്ക് അത്തഫ് ചെയ്യപ്പെട്ടതാണിത് വലാ ഖുവ്വത്ത എന്നുള്ളത്. ഇങ്ങനെ ഖുവ്വത്ത എന്നുള്ള ശേഷം അത്തഫ് ചെയ്യപ്പെട്ടു. അത്തഫ് ചെയ്യപ്പെടുമ്പോൾ ലാനെ ആവർത്തിക്കും ചെയ്തു. ലാ ഹൗല വ ലാ ഖുവ്വത്ത, ലാനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് അത്തഫ് ചെയ്തത്. ഇങ്ങനെ വരുമ്പോൾ ഈ ഒന്നാമത് ഇസ്മിൻ്റെ ഹൗല അത് ഫത്തഹിൻ്റെ മേൽ മബ്നിയാണെങ്കിൽ ഈ രണ്ടാമത് അത്തഫ് ചെയ്യപ്പെട്ട ഖുവ്വത്ത എന്നുള്ളിടത്ത് 3 രൂപം പറ്റും. ഖുവ്വത്ത എന്ന് ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കിയിട്ട് അങ്ങനെ പറ്റും. സാധാരണ നമ്മൾ അങ്ങനെ പറയാറ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാതില്ല. ഇനി നസ്ബ് പറ്റും. ഫത്തഹിൻ്റെ മേൽ മബ്നിയാണ് ആദ്യം പറഞ്ഞത്, രണ്ടാമത് നസ്ബ്. അപ്പോൾ അങ്ങനെ ലാ ഹൗല വലാ ഖുവ്വത്തൻ എന്ന് നസ്ബ് ചെയ്തുകൊണ്ട് പറ്റും. ഇനി റഫ്ഉം പറ്റും, ലാ ഹൗല വലാ ഖുവ്വത്തുൻ. ഇങ്ങനെ 3 രൂപത്തിലൂടെ വായിക്കാം. ലാ ഹൗല, അതെ ഹൗല എന്നുള്ളതിന് മുറക്കബായ മബ്നി ആയിട്ടുള്ള ഫത്തഹിൻ്റെ മേൽ മബ്നി ആയിട്ട് മഹല്ലി നസ്ബായിരിക്കും. അങ്ങനെ ലാൻ്റെ ഇസ്മ് അത് ഒരു മുറക്കബായ ഇസ്മു പോലെയാണ് ഉപയോഗിക്കുക, മബ്നിയായിട്ടാണ് ഉപയോഗിക്കുക. മഹല്ലിലാണ് നസ്ബ് ഉണ്ടാവുക. അത് ഹൗല എന്നുള്ളതിൻ്റെ മാത്രം പ്രത്യേകതയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻ്റെ ഇസ്മായിട്ട് വരുന്ന പദങ്ങളൊക്കെ അങ്ങനെയാണ്, മബ്നിയാണ്. മുറബായിട്ട് വരുന്നത് ആകെ മുദാഫോ ഷിബ്ഹ് മുദാഫോ വരുമ്പോൾ മാത്രമാണ് അതിന് നസ്ബ് കൊടുക്കുക. അല്ല എങ്കിൽ ഫത്തഹിൻ്റെ മേൽ മബ്നി അല്ലെങ്കിൽ കസ്റിൻ്റെ മേൽ അല്ലെങ്കിൽ യാഇൻ്റെ മേലൊക്കെ മബ്നി ആയിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ
ഉപയോഗിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം തന്നെയാണ്. ഇതിന് മഹല്ലിലാണ് നസ്ബ് ഉണ്ടാവുക. അപ്പോൾ അത്ബ് ചെയ്യുമ്പോൾ അത് നേരത്തെ ലാ ഹൗല ഫത്തഹിൻ്റെ മേൽ മബ്നിയാണല്ലോ, അത് പരിഗണിച്ചുകൊണ്ട് അതിലേക്ക് അത്ബ് ചെയ്യപ്പെട്ട പദത്തെയും വേണമെങ്കിൽ കുവ്വത്ത എന്ന് ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കി പറയാം. ഇനി ഹൗല എന്നതിൻ്റെ മഹല്ല് നസ്ബാണല്ലോ, ആ മഹല്ല് പരിഗണിച്ചുകൊണ്ട് കുവ്വത്തൻ എന്ന് നസ്ബ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ ഹൗല എന്നതിൻ്റെ രണ്ടാമത്തെ മഹല്ല് റഫ് ആണ്. അതായത് ലാ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മുബത്തവും ഖബറാണല്ലോ, മുബത്തതായിരുന്നല്ലോ, മുബത്തിലേക്കാണല്ലോ നവാസിലേക്ക് കടക്കുക. അപ്പോൾ ലാ പ്രവേശിക്കുന്നതിൻ്റെയും മുമ്പ് അതിൻ്റെ മഹല്ല് എന്താണ്? റഫ് ആണ്. അപ്പോൾ ആ മഹല്ല് പരിഗണിച്ചുകൊണ്ടാണ് ആ മഅ്തൂഫിന് കുവ്വത്തുൻ എന്ന് റഫ് കൊടുക്കുന്നത്. ഇങ്ങനെ 3 രൂപങ്ങളിൽ എന്ത് ചെയ്യാം അവിടെ പറയാൻ പറ്റും. അതെ, അൽഫിയയിൽ എല്ലായിടത്തും ഉണ്ട്. 5 രൂപങ്ങൾ. അതിൽ 3 രൂപ പറഞ്ഞത്. ലാ ഹൗല എന്ന് വായിക്കുമ്പോൾ കുവ്വത്ത് എന്നിടത്ത് 3 രൂപം പറ്റും. വലാ കുവ്വത്ത, കുവ്വത്തൻ, കുവ്വത്തുൻ, ഇങ്ങനെ 3 രൂപം പറ്റും. ഇനി യംതനിഉ നസ്ബു സാനി, രണ്ടാമത്തെ ഈ മഅ്തൂഫിന് നസ്ബ് ചെയ്യാൻ പറ്റുകയില്ല. ഇതാ കാനൽ അവലു മർഫുവൻ, ഒന്നാമത്തെ പദം മർഫു ആയാൽ, അതായത് ലാ ഹൗലുൻ എന്ന് വായിക്കുകയാണെങ്കിൽ, ഈ ലാ ഹൗലുൻ എന്നപ്പോൾ വായിക്കുക ഈ നഫിയുടെ തബ്രിയത്തിൻ്റെ ലാ ആക്കാതെ ലൈസയുടെ അമൽ ചെയ്യുന്ന ലാ ആക്കുമ്പോഴാണല്ലോ റഫു വായിക്കുക. ഇങ്ങനെ ഈ ഹൗല് എന്നതിന് റഫു വായിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ പദമാകുന്ന വലാ കുവ്വത്ത അല്ലെങ്കിൽ കുവ്വത്തുൻ എന്നിടത്ത് എന്ത് പറ്റൂല? നസ്ബ് പറ്റുകയില്ല. മറിച്ച് ഒന്നുകിൽ ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കാം, അല്ലെങ്കിൽ കുവ്വത്തുൻ എന്ന് റഫ് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ മൊത്തം 5 രൂപങ്ങളാണുള്ളത്. ഒന്നാമത്തേടത്ത് ഹൗല എന്ന് ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കുകയാണെങ്കിൽ കുവ്വത്ത എന്നിടത്ത് 3 രൂപങ്ങൾ, കുവ്വത്ത എന്നും കുവ്വത്തൻ എന്നും കുവ്വത്തുൻ എന്നും 3 രൂപം. ഒന്നാമത്തേടത്ത് ലാ ഹൗലുൻ എന്ന് റഫ് വായിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കുവ്വത്തിൽ 2 രൂപം മാത്രം, കുവ്വത്ത എന്ന് മബ്നിയാക്കാനും കുവ്വത്തുൻ എന്ന് റഫ് കൊടുക്കാനും പറ്റും. നസ്ബ് പറ്റൂല. നസ്ബ് കൊടുക്കാൻ പറ്റാത്തത് നേരത്തെ നസ്ബ് പറ്റിയത് എന്തുകൊണ്ടാണ്? ഈ ലാ ഹൗല എന്നതിൻ്റെ മഹല്ലിലേക്ക് നോക്കിയിട്ടാണല്ലോ, മഹല്ല് നസ്ബായതുകൊണ്ട് ആ മഹല്ലിലേക്ക് നോക്കിയിട്ടാണ് കുവ്വത്തൻ എന്ന് നസ്ബ് കൊടുത്തത്, അതിലെ കത്ത് ചെയ്യപ്പെട്ട പദമായപ്പോൾ. പക്ഷേ ഇവിടെ ലാ ഹൗലുൻ എന്ന് വായിക്കുമ്പോൾ പിന്നെ ആ ലാ എന്തല്ല? ജിൻസിന് റഫ് ചെയ്യുന്ന ലാ അല്ല, ലൈസയുടെ അമൽ ചെയ്യുന്ന ലായാണ്. അപ്പോൾ അതിൻ്റെ മഹല്ല് റഫ് തന്നെയാണല്ലോ, നസ്ബ് കൊടുക്കാൻ യാതൊരു ചാൻസ് പിന്നെ ഇല്ല. ഓ ആ കുവ്വത്തുൻ എന്ന് പറ്റും, കാരണം അവിടെ റഫ് ആണല്ലോ ഹൗലുൻ. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് കുവ്വത്തുൻ പറ്റും. ഇനി ലാ കുവ്വത്ത എന്ന് വേണമെങ്കിൽ ആ രണ്ടാമത്തെ ലാനെയും കുവ്വത്തിനെയും കൂടി മബ്നിയാക്കിയിട്ട് അങ്ങനെ ഫത്തഹിനെ മബ്നിയായിട്ട് അങ്ങനെയും പറ്റും. നസ്ബ് പറ്റില്ല. നസ്ബ് പറ്റണമെങ്കിൽ ഹൗലിൻ്റെ മഹല്ല് നസ്ബ് ആവണം. അത് ഇവിടെ ലാ ഹൗലുൻ എന്ന് വായിച്ചത് കൊണ്ട് പിന്നെ അവിടെ മഹല്ല് നസ്ബ് ഇല്ലല്ലോ, അതുകൊണ്ട് നസ്ബ് പറ്റില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ ഖബർ കളയപ്പെട്ടാണ്. ലാ ഹൗല മൗജൂദുൻ ഇല്ലാ ബില്ലാ എന്ന് മൗജൂദ് ഖബർ കളയപ്പെട്ടതാണ്. ലാ ഹൗല മൗജൂദുൻ എന്താ അർത്ഥം? ലാ ഹൗല എന്ന് പറഞ്ഞാൽ കഴിവില്ല എന്നാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവിനാണ് ഹൗല് എന്ന് പറയാം. വലാ കുവ്വത്ത നന്മ ചെയ്യാനുള്ള കഴിവിനാണ് കുവ്വത്ത് അറിയാം. അപ്പോൾ ലാ ഹൗല തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവുമില്ല. വലാ കുവ്വത്ത നന്മ ചെയ്യാനുള്ള ഒരു കഴിവും ഇല്ല. മൗജൂദില്ല, അതില്ല, ആ കഴിവ് ഇല്ല. ഇല്ലാ ബില്ലാഹി, അള്ളാഹിൻ്റെ സഹായം കൊണ്ടല്ലാതെ. അപ്പോൾ മൗജൂദിൻ എന്നുള്ള ആ കളയപ്പെട്ടതാണ് അവിടുത്തെ ഖബർ. ആ കളയപ്പെട്ട മഹല്ല് റഫ് ആയിരിക്കും. ലാ ഹൗല എന്ന് വായിക്കുകയാണെങ്കിൽ, അതായത് തെബിലത്തിൻ്റെ ലായിട്ട് വായിക്കുകയാണെങ്കിൽ, ഇനി ലാ ഹൗലുൻ എന്നൊക്കെ ലൈസയുടെ അമൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കളയപ്പെട്ടതിന് മൗജൂദൻ എന്ന് സങ്കല്പിക്കേണ്ടി വരും. ലാ ഹൗലുൻ മൗജൂദൻ ഖബറിന് നസ്ബായിരിക്കും. അപ്പോൾ ഇനി യംതനിഉ ഫത്ഹു സാനി, രണ്ടാമത്തേന് ഫത്ഹ് പറ്റൂല. ഇല്ല മെത്തക്കറർ ലാ ആവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ ലാ ആവർത്തിച്ചിട്ടുണ്ട്. ലാ ഹൗല വ ലാ കുവ്വത്ത, കുവ്വത്തിൻ്റെ കൂടെ ലാ ആവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലാ ആവർത്തിക്കാതെയാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റില്ല? ഫത്ഹ് പറ്റൂല. പിന്നെ എന്തേ പറ്റുള്ളൂ? റഫ്ഉ നസ്ബ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ലാ ഹൗല വ കുവ്വത്തുൻ അല്ലെങ്കിൽ ലാ ഹൗല വ കുവ്വത്തൻ, ഈ 2 രൂപം മാത്രമേ പറ്റുള്ളൂ.
അപ്പോൾ കുവ്വത്ത എന്ന് പറ്റില്ല. അങ്ങനെ കുവ്വത്ത എന്ന് വായിക്കണമെങ്കിൽ ലാൻ്റെ കൂടെ വരണം. ലാൻ്റെ കൂടെ വരുമ്പോഴാണ് രണ്ടിനെയും കൂട്ടി മുറക്കബായിട്ട് അഹദ അഷറ പോലെ ഒരു മുറക്കബായ ഫത്തഹിൻ്റെ മേൽ മബിനിയായിട്ട് ഉപയോഗിക്കുക. ലാ ഇല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ ഇല്ല. പിന്നെ കുവ്വത്തുൻ എന്ന ഓപ്ഷനും കുവ്വത്തൻ എന്ന ഓപ്ഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. റഫുൻ നസ്മുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി യജൂസു ഫി സിഫത്തി ഇസ്മി ലാ അൽ ഫത്ഹു വൻ നസ്ബു വർ റഫു. ലാൻ്റെ ഇസ്മിന് സിഫത്ത് പറയുമ്പോൾ ആ സിഫത്തിന് 3 രൂപവും വായിക്കാം. ഇപ്പോൾ നമുക്ക് ലാ റജുല ലരീഫ ഫിദ്ദാരി. ലരീഫന ബുദ്ധിമാൻ എന്നൊക്കെ അർത്ഥം. ആ ബുദ്ധിമാനായ ഒരു റജുലുമില്ല ഫിദ്ദാരി വീട്ടിലില്ല. ഇവിടെ ലരീഫ് എന്നുള്ള സിഫത്താണ്. റജുല എന്നതിൻ്റെ സിഫത്താണ് ലരീഫ്. ഈ സിഫത്തിന് വേണമെങ്കിൽ ഫത്തഹിൻ്റെ മേൽ മബിനിയാക്കിയിട്ട് ലാ റജുല ലരീഫ എന്ന് വായിക്കാം. ഇനി റജുലിൻ്റെ മഹല്ലി നസ്ബാണല്ലോ, അതുകൊണ്ട് മഹലിലേക്ക് നോക്കിയിട്ട് ലാ റജുല ലരീഫൻ ഫിദ്ദാരി എന്ന് വായിക്കാം. പിന്നെ ലാ പ്രവേശിക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് റജുലിൻ്റെ മഹല്ല് റഫ് ആണല്ലോ, മുമ്പത്തതായിരുന്നല്ലോ. അപ്പോൾ ആ മഹല്ല് പരിഗണിച്ചുകൊണ്ട് ലാ റജുല ലരീഫുൻ എന്ന് വായിക്കാം. സംഭവം സിഫത്തിന് മൗസൂഫിന് ഇറാബ ഉണ്ടാവുക. ഈ മൗസൂഫ് റജുലാണ്. റജുലിന് അവിടെ 3 പരിഗണന ഉണ്ട്. ഇപ്പോൾ അതിന് ഫത്തഹിൻ്റെ മേൽ മബ്നിയാണ്, പിന്നെ അതിൻ്റെ മഹല്ല് നസ്ബാണ്, പിന്നെ അതിൻ്റെ മഹല്ല് നസ്ബാകുന്നതിൻ്റെയും മുമ്പ് ലാ പ്രവേശിക്കുന്നതിൻ്റെയും മുമ്പ് അതിൻ്റെ മഹല്ല് റഫ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സിഫത്തിൽ 3 രൂപങ്ങൾ പറ്റും. നേരത്തെ അത്തുഫ് ചെയ്യുമ്പോഴും അങ്ങനെ പറഞ്ഞല്ലോ 3 രൂപങ്ങൾ എന്നതുപോലെ. ഇനി യംതനിഉ ഫത്ഹു സിഫത്തി ഇൻ ഫുസ്സിലത്ത് മിൻ മൗസൂഫിഹ ഔ കാനത്ത് മുലാഫത്തൻ ഔ ഷിബ്ഹഹു. യംതനിഉ ഫത്ഹു സിഫത്തി, സിഫത്തിന് ഫത്ഹ് കൊടുക്കാൻ പറ്റൂല, ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കാൻ പറ്റൂല. പിന്നെ എന്തേ പറ്റുള്ളൂ, നസ്ബും റഫും മാത്രമേ പറ്റുള്ളൂ. എപ്പോൾ ഇൻ ഫുസ്സിലത്ത് മിൻ മൗസൂഫിഹ, മൗസൂഫിൽ നിന്ന് അതിനെ വിട്ടുപിരിക്കപ്പെട്ടാൽ. ഔ കാനത്ത് മുലാഫത്തൻ ഔ ഷിബീഹത്തൻ ബി, അല്ലെങ്കിൽ മുലാഫോ ഷിബുഹു മുലാഫോ ആയാൽ അപ്പോൾ ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കാൻ പറ്റില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ, ലാക്കിൻ യജൂസ് റഫു നസ്ബു, റഫു നസ്ബു മാത്രം പറ്റുള്ളൂ. ഉദാഹരണത്തിന് ലാ റജുല ഫിദ്ദാരി, വീട്ടിൽ ഒരു റജുലും ഇല്ല. എങ്ങനത്തതായ റജുല്, കരീമുൻ മാനിനായ ധർമ്മിഷ്ഠനായ റജുലില്ല. ഇവിടെ കരീമു സിഫത്താണ്, റജുല് എന്നതിൻ്റെ സിഫത്താണ്. പക്ഷേ ആ റജുല് എന്ന മൗസൂഫിൻ്റെയും കരീം എന്ന സിഫത്തിൻ്റെയും ഇടയിൽ ഫിദ്ദാരി എന്ന ഒരു ഫാസിൽ വന്നിട്ടുണ്ട്. ഒരു വിട്ടുപിരിക്കുന്ന രണ്ടിൻ്റെ ഇടയിൽ ഒരു ഫിദ്ദാരി വന്നതുകൊണ്ട് ഇനി ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കിയിട്ട് കരീമ എന്ന് പറയാൻ പറ്റൂല. പിന്നെ കരീമുൻ കരീമൻ എന്നുള്ള റഫ് നസ്ബ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ലാ റജുല സാഹിബു ബിറിൻ, ലാ റജുല ഒരു റജുലുമില്ല. എങ്ങനെയുള്ള റജുല്, സാഹിബു ബിറിൻ ഗുണം ചെയ്യുന്നവനായ, ബിറ് എന്ന് പറഞ്ഞ ഗുണമെന്നാണ്, ഗുണം ചെയ്യുന്നവൻ. സാഹിബു ബിറിൻ്റെ ഉടമ, ഗുണം ചെയ്യുന്നവൻ. ഈ ഗുണം ചെയ്യുന്നവനായ റജുല് ഇല്ല ഇന്ധന ഞങ്ങളുടെ അടുക്കൽ. ഇവിടെ ഒന്നുകിൽ റഫ് അല്ലെങ്കിൽ നസ്ബ്, സ്വാഹിബു ബില്ലിൻ അല്ലെങ്കിൽ സ്വാഹിബ ബില്ലിൻ, ഈ 2 രൂപ മാത്രമേ പറ്റുള്ളൂ. ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കാൻ പറ്റുകയില്ല. അവിടെ മുലാഫ് ഷിബു മുലാഫ് ഒക്കെ നസ്ബാണല്ലോ കൊടുക്കേണ്ടത്, നസ്ബ് അല്ലെങ്കിൽ റഫ്. അവിടെ ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കുക എന്നുള്ളത് അവിടെ പറ്റില്ല. ഇതാണ് ഈ ലായുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ലാനെ കുറിച്ച് പറയുമ്പോൾ ഇറാബു ലാസിയമ, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ഭാഗമാണ് ലാസിയമ എന്നതിൻ്റെ ഇറാബ്. ലാസിയമ എന്നുള്ളത് ഇപ്പോൾ കറത്തു ഞാൻ വായിച്ചു അല്ലെങ്കിൽ ഓതി, അതിൽ കുത്തുബ എങ്ങനെ ഈ ഒരു ഇടയില് വേറൊന്ന് വന്നാല് റഫും നസ്ബും പറ്റും. ഫത്തഹിന്റെ അഭിനയാക്കാൻ പറ്റില്ല. ഇവിടെ ലാ റജുല എന്ന മൗസൂഫിൻ്റെയും കരീമി എന്ന സിഫത്തിൻ്റെയും ഇടയിൽ ഫിദ്ദാരി വന്നതുകൊണ്ട് ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കാൻ പറ്റൂല. ലാ റജുല ഫിദ്ദാരി കരീമ എന്ന് പറ്റൂല. എന്താ ഇതിന് ഇടയ ഫസ്ല് വന്നുകൊണ്ടാണ്. മുറക്കബാക്കണമെങ്കിൽ ഒരേ ഇസ്മൂല മുറക്കബാക്കണമെങ്കിൽ ഇടയിലൊന്നും വരാതെ വരണേ. അപ്പോഴത് മുറക്കബായിട്ട് തർക്കീബ് അഹദ അഷറ എന്നുള്ളത് അടുപ്പിച്ച് വരണ്ടേ. അഹദിൻ്റെ അഷറിൻ്റെ ഇടയൊക്കെ വേറെ വന്നു കഴിഞ്ഞാൽ പിന്നെ തർക്കീബാക്കാൻ പ്രയാസമാണ്.
ഇനി ലാസിയമ കത്തബു ഞാൻ എന്ത് ചെയ്തു ഖറഅത്തുൽ കുത്തുബ ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു ലാസിയമൽ ഖുർആന പ്രത്യേകിച്ച് ഖുർആൻ വായിച്ചു ഇങ്ങനെ ഒരു ലാസിയമ എന്നുള്ള പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് എന്ന അർത്ഥത്തിനൊക്കെ ഒരു ലാസിയമ ഉപയോഗിക്കാറുണ്ട് ആ ലാസിയമ എന്നുള്ളത് ലാ സിയ മാ ഇങ്ങനെ 3 കലിമത്തുകളിലുണ്ട് അതിലത്തെ ലാ എന്നുള്ളത് നമ്മളെ ഇപ്പോൾ ചർച്ചാ വിഷയമായ ജിൻസിന് നഫി ചെയ്യുന്ന ലാ ആണ് ആ ലാ എന്നുള്ളത് സി എന്ന വാക്കിൻ്റെ അർത്ഥം മിസല് എന്നൊക്കെ അർത്ഥം കേട്ടോ അപ്പം ഖറഅത്തു ഞാൻ ഓതി അൽ കുത്തുബ ധാരാളം ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചു എന്നിട്ട് പറയാണ് ലാ സിയ മിസലില്ല തുല്യമായതില്ല എന്തിനു തുല്യമായത് ലാ സിയമൽ ഖുർആനിന് തുല്യമായതില്ല അപ്പോൾ പ്രത്യേകിച്ച് ഖുർആനെന്ന് ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ ഖുർആന് തുല്യമായതില്ല ലാ സിയമൽ ഖുർആന് തുല്യമായത് ഇല്ല അപ്പോൾ അതിനർത്ഥം എന്താ പ്രത്യേകിച്ച് ഖുർആൻ നമ്മളെന്ത് ചെയ്യും അതിൻ്റെ ലാസിമായ അർത്ഥം നമ്മൾ വെക്കും അപ്പോൾ ലാ എന്നുള്ളത് നഫി ജിൻസിനെ നഫി ചെയ്യുന്ന ലായാണ് സി എന്നുള്ളത് ആ ലാൻ്റെ ഇസ്മാണ് ഫതഹിൻ്റെ മേൽ മബ്നിയാണ് പിന്നെ മാ എന്നുള്ളത് സായിദിയായ ഹർഫാണ് എല്ലാം മൗസൂലാണ് ഇങ്ങനെ പല രൂപത്തിലാണ് തർക്കീബ് വെക്കാം ഏതായാലും അതിൻ്റെ വിശദീകരണം മാ എന്ന് ലാസിയമ എന്നതിൻ്റെ വിശദീകരണത്തോടു കൂടെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ നമുക്ക് ക്ലാസ് ഒരുപാട് സമയമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ലാമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ലാസിയമ കൂടി പറഞ്ഞു കഴിഞ്ഞ ശേഷം നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ ആ മൊബൈലാണ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം സിയാന്നുള്ള ലാസിയമ മറ്റുള്ള വിഷയങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അവിടെ മുലാഫ് അവിടെ സിഫത്ത് എന്ത് ചെയ്തു മുലാഫായിട്ട് വന്നു ലാ റജുലിൻ്റെ സിഫത്താണ് സ്വാഹിബ് ബിർ എന്നുള്ളത് ഈ സ്വാഹിബ് എന്നുള്ളതാണ് സിഫത്ത് അതിൻ്റെ ബിറിലേക്ക് ലാഫത്ത് ചെയ്തിട്ട് ഒരു മുലാഫായ സ്വാഹിബാണല്ലോ സിഫത്തായിട്ട് വന്നത് ഇങ്ങനെ സിഫത്ത് മുലാഫോ അല്ലെങ്കിൽ ഷിബു മുലാഫോ ഒക്കെ ആണെങ്കിൽ അവിടെയും തെർക്കീബാക്കിക്കൊണ്ട് ഒരു ഫത്തഹിൻ്റെ മേൽ മബ്നിയാക്കി പറയാൻ പറ്റൂല ഒന്നുകിൽ റഫ് അല്ലെങ്കിൽ നസ്ബ് ഇതേ പറ്റുള്ളൂ ആ സ്വാഹിബൻ എന്ന് പറയാൻ ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് സ്വാഹിബൻ എന്ന് പറയാത്തത് കേട്ടോ ഇലാഫത്ത് ചെയ്യുമ്പോൾ തെന്നീ കളയണല്ലോ ഇലാഫത്ത് ചെയ്യുമ്പോൾ തെന്നീ കളയണം ചോദിക്കാൻ സാധ്യതയുണ്ട് സോഹിബൻ അവിടെ മുലാഫ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ശേഷമുള്ള ഇലാഫത്തുണ്ട് അപ്പോൾ തെൻവീനയിൽ ഉണ്ടാവില്ല പിന്നെ അപ്പോൾ ആ കാണുന്ന ഫത്തഹ എന്തല്ല ബിനായിൻ്റെ ഫത്തഹ അല്ല അതെന്താണ് നെസ്ബിൻ്റെ ഫത്തഹത്താണ് എന്ന് മനസ്സിലാക്കണം അവിടെ ഒരു ഫത്തഹേ ഉള്ളൂ തെൻവീനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അത് മബ്ബിനാണ് ഫത്തഹിൻ്റെ മേൽ മബ്ബിനായതാണ് തെറ്റിദ്ധരിക്കരുത് ശേഷം മുലാഫിലുണ്ട് മുലാഫ് ആയതുകൊണ്ട് തെൻവീൻ ഇല്ലാതെ വന്നതാണ് അപ്പം നമുക്ക് ഇനി അതിൻ്റെ പേരല്ലേ ഓക്കെ ഇൻഷാ അല്ലാഹ് ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു